ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ കരുത്ത് കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഭാസ്കരൻ അച്ഛനും ഹരീഷും ചെറിയൊരു വാക്ക് തർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. സുധീഷ് നിധിയോട് അങ്ങനെ പെരുമാറാൻ കാരണം അച്ഛനാണെന്ന് നമ്മൾ ആ ഹരീഷിനെ അറിയാം. അതുകൊണ്ട് തന്നെ അച്ഛനോട് നന്നായിട്ട് ചൂടാവുന്നുണ്ട്. നിങ്ങളൊരു അച്ഛനാണോ, അച്ഛൻ ഇങ്ങനെയാണോ ഒരു മകന് ഉപദേശം കൊടുക്കേണ്ടത്, നിങ്ങൾ പോയാൽ തന്നെ ഈ വീട് നന്നാവുള്ളൂ, നിങ്ങളാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ മുഴുവനായിട്ട് പഴിക്കുന്നുണ്ട് കേട്ടോ. അച്ഛനാണെങ്കിൽ തിരിച്ചു ഓരോന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതാണോ, നിങ്ങൾ ഇത്രയും കാലം കേട്ട് വളർന്നതല്ലല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എടുത്തു വെച്ചിരുന്ന ദോശ കഴിക്കാതെ അവിടുന്ന് എഴുന്നേറ്റ് പോകുക കേട്ടോ അച്ഛൻ ചെയ്യുന്നത്. പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, ഭാസ്കരനെ നീ പട്ടിണിക്കിടാൻ നോക്കണ്ട, ഭാസ്കരന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്, പുറത്തു പോയി പൈസ വാരി എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തും കഴിക്കാൻ പുറത്തുനിന്ന് കിട്ടും, മാത്രമല്ല അതും കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടിപ്പർ ഓടിക്കും, അതൊക്കെ മതി എനിക്ക് കുടിക്കാനും തിന്നാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛൻ ഫുഡ് കഴിക്കാതെ ഇറങ്ങി പോകുന്നുണ്ട്. സുഭാഷ് ഏട്ടനാണെങ്കിൽ ഹരീഷിനെ ഉപദേശിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഹരീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടന് മാത്രം എന്താ അയാളോട് ഇത്ര സഹതാപം, ഞങ്ങൾക്കാർക്കും ഇതില്ലല്ലോ, അയാൾ കാരണമാണ് ഈ വീട് ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നികേഷ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നു. അവനും ഒന്നും കഴിക്കാതെ എണീക്കുന്നുണ്ട്. എന്നിട്ട് സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, വിശക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏട്ടനാണെങ്കിൽ ഞാൻ ചൂടോടെ നിനക്ക് ദോശ ചുട്ടുതരാന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട, വിശക്കുന്നില്ല, ഈ വീട് വീണ്ടും പഴയ പോലെ ഒരു നരകമായി മാറിയില്ലേ, ഇവിടെ ഇനി ആളുകൾ അതും ഇതൊക്കെ പറയും, ഇവിടുത്തെ ബഹളങ്ങളൊക്കെ പുറത്തേക്ക് കേൾക്കും, സാരമില്ല, അതൊക്കെ വിധിയാണെന്ന് കരുതി സമാധാനിക്കുക, അല്ലാതെ എന്ത് ചെയ്യാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കേൾക്കുമ്പോൾ ഹരീഷിനും എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ. അവനും ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, നികേഷും കൂടി എണീറ്റ് പോയപ്പോൾ. അങ്ങനെ നിധി പോയപ്പോൾ ആ വീട്ടിലെ അവസ്ഥ ടോട്ടലി ഒന്ന് മൂകാവസ്ഥയായിട്ടുണ്ട് കേട്ടോ. നിധിയാണെങ്കിൽ അവിടെ ഹോസ്റ്റലിൽ ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവളുടെ മനസ്സും ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ. ആ സമയത്താണ് അവളുടെ ഫ്രണ്ട് ദിവ്യ അങ്ങോട്ട് വരുന്നുണ്ട്. നമ്മളെ നിധിക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാട്ടോ. അവർ തമ്മിൽ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. റൂംമേറ്റ്സിനെ കണ്ടോ പരിചയപ്പെട്ടോ എന്നൊക്കെ ദിവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ദിവ്യയുടെ റൂം ഷിഫ്റ്റ് ആക്കാൻ പറ്റുമെന്ന് വാർഡനോട് ചോദിക്കട്ടെ എന്ന്, നിധിക്കൊരു കൂട്ടായിരിക്കുമല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സംസാരിച്ചിരിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പകുതി മനസ്സ് ദിവ്യയുടെ അടുത്തും പകുതി നമ്മുടെ കിളിക്കൂട്ടിലാണെന്ന് തോന്നുന്നു. നിധിക്ക് വല്ലാത്തൊരു പ്രത്യേകിച്ചൊരു എക്സ്പ്രഷനൊന്നും മുഖത്തില്ല കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താ മെസ്സിലേക്കൊന്നും കണ്ടില്ലല്ലോ, ഫുഡ് കഴിക്കാൻ വന്നില്ലേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട, വിശപ്പില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിധി. അതെന്ത് ഇവിടുത്തെ ഫുഡൊന്നും ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ദിവ്യ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് വേണ്ട, വിശപ്പില്ലാഞ്ഞിട്ടാന്നൊക്കെ നമ്മൾ നിധി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയി കഴിക്കാം, ഞാൻ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണെന്നൊക്കെ നമ്മൾ നിധി ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് വിൻഡോയ്ക്ക് അപ്പുറത്ത് ഒരാളിങ്ങനെ ബലൂണൊക്കെ പറത്തി സോറി എന്നൊക്കെ എഴുതിയിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. ഹൈഡ്രജൻ ബലൂണാണ്, മുകളിലേക്ക് ഇങ്ങനെ പൊന്തി പോകുന്നത് നമ്മളെ ദിവ്യ കാണുന്നുണ്ട്. ഒരു റെഡ് ഹാർട്ട് ഷേപ്പ് ഉള്ള ബലൂണിൽ സോറി, അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വെരി സോറി എന്നൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ഒരാൾ പറത്തുന്നുണ്ട് കേട്ടോ. ആരാന്നൊന്നും കാണുന്നില്ല, ഒരു നൂലയിൽ ചുറ്റിയിട്ട് അത് പറക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട പാടെ നമ്മൾ നിധിക്ക് സംഭവം കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും, പക്ഷേ ദിവ്യയ്ക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ താഴെ നമ്മളെ സുധീഷിനെ കാണുന്നുണ്ടായിരിക്കും കേട്ടോ. സുധീഷാണ് ഇത് പറത്തുന്ന ആള്. അങ്ങനെ നമ്മളെ നിധിക്ക് ദേഷ്യം പിടിച്ചിട്ട് നിധി താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. കൂടെ ദിവ്യയും പോകുന്നുണ്ട്. അങ്ങനെ താഴെ വന്ന് സുധീഷിനോട് 4 പറയുന്നുണ്ട് കേട്ടോ. ഇവിടെയും എന്നെ നാണം കെടുത്താനുള്ള പരിപാടിയാണോ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, എന്താണ്, ഏതാണ്, ആരാണെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയുക, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, എന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവനാണെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ടോർച്ചർ ചെയ്യുന്നില്ല, സോറി പറയാൻ വേണ്ടിയിട്ട് എനിക്കൊരു അവസരം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ നിധി പറയുന്നത്, തമിഴ് സിനിമ നിങ്ങൾക്ക് കാണാം, പക്ഷെ അത് എൻ്റെ അടുത്ത് ആവരുത് എന്നൊക്കെ പറയുന്നുണ്ട്. സിനിമയിൽ അതും ഇതും കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടാട്ടോ പറയുന്നത്. അപ്പോഴേക്കും നമ്മളെ നിധിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റു ഫ്രണ്ട്സുകളും അതുപോലെ തന്നെ ആ ഹോസ്റ്റലേഴ്സൊക്കെ അപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും ഇത് കണ്ടിട്ട്. ആ സമയത്താണ് ഇവരിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടാവുന്നത്. സുധീഷാണെങ്കിൽ ഭയങ്കരമായിട്ട് സോഫ്റ്റിലാണ് പറയുന്നത്, നിധിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലും. അവസാനം അവിടെ നിന്ന് പോയി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി മേലാൽ എൻ്റെ അടുത്ത് വരാനോ എന്നെ കാണാനോ എൻ്റെ ഹോസ്റ്റലിലേക്ക് വരാനോ പാടില്ല, അത് മാത്രം ചെയ്താൽ മതി, ക്ഷമിക്കണോ വേണ്ടെന്നൊക്കെ പിന്നീട് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. സുധീഷ് ആണെങ്കിൽ എന്നോട് ക്ഷമ പറ, എന്നോടൊരു സോറി പറഞ്ഞാൽ ഞാൻ പോയിക്കോളാം, അത് മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധി അവിടുന്ന് പോവുകയാണ്. സുധീഷ് എന്നാൽ ശരി എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ വീണ്ടും വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാരോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ നിധിയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവളോട് പറയണം, എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനോട് സോറി പറയാൻ എന്നോട് പറയണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അപ്പുറത്ത് നിന്നിട്ട് നമ്മൾ നിധി കേൾക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. സുധീഷ് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. റൂമിലെത്തിയിട്ട് ആ ഒപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം, അയാൾ നിൻ്റെ ബോയ്
ഫ്രണ്ട് ആണോ തമിഴ് സിനിമയിൽ ചെയ്യുന്ന പോലെയൊക്കെ വന്ന് ചെയ്യുന്നത്? ജസ്റ്റ് ഒരു ബോയ് ഫ്രണ്ട് ആണെന്ന് തോന്നുന്നില്ല, റിലേറ്റീവ് ആണോ, ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെയൊക്കെ നമ്മളെ ദിവ്യ അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട്. കിട്ടിയ ചാൻസിൽ നിങ്ങൾ നിധിയെ റാഗിങ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചോ, നിങ്ങളൊക്കെ റൂമിലേക്ക് പോയി ഞാൻ ചോദിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ദിവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ. ദിവ്യയുടെ അടുത്തും നമ്മളെ നിധി ഒന്നും പറയുന്നില്ല, ആ കാര്യം സംസാരിക്കാതിരിക്കുകയാണ് നല്ലത്. ദിവ്യയ്ക്കും സംശയം, ഒരു റിലേറ്റീവ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ, അത് പ്രപ്പോസ് ചെയ്തതാണോ, നിധി അത് നിരസിച്ചതാണോ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ദിവ്യ ഇങ്ങനെ തിടുക്കം കൂട്ടി ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, സംസാരിക്കാത്തതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ദിവ്യയെ ഒഴിവാക്കുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ദിവ്യയ്ക്കും പിന്നെ ചോദിക്കേണ്ടെന്ന് തോന്നിയിട്ട് അവൾ ഗുഡ് നൈറ്റും പറഞ്ഞ് റൂമിൽ നിന്ന് പോവുകട്ടോ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ ചായക്കടയിൽ വെച്ചിട്ട് ഭാസ്കരനച്ഛനും അതുപോലെ തന്നെ ഗംഗാധര മാമനും ചെറിയൊരു സീൻ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അവർ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളെ ഭാസ്കരനച്ഛൻ ഇട്ട് പണിയുന്നുണ്ട്. ഭാസ്കരനച്ഛൻ തിരിച്ചും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പണിയുന്നുണ്ട് കേട്ടോ. നമ്മളെ സുഭാഷ് ഏട്ടൻ വന്നിട്ട് ഒരു 2 ബിസ്ക്കറ്റ് വാങ്ങിക്കുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് ഏട്ടനോട് അവിടുത്തെ ചായക്കടക്കാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലെ ആ പെൺകുട്ടി പോയല്ലേ, തിരിച്ചു പോയല്ലേ, എന്നാ ഇനി വരിക, ഇത്രയും കാലം അവിടെ നിന്ന് തന്നെ വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കുന്നുണ്ട്. കൂടെ അവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്ന ആളുകളും ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊന്നും പ്രത്യേകിച്ച് മറുപടിയൊന്നും നമ്മൾ സുഭാഷ് ഏട്ടൻ കൊടുക്കുന്നില്ല. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നത്. അയാൾ പറയുന്നുണ്ട്, ആളുകൾ ഇങ്ങനെയൊന്നുമല്ലല്ലോ നിങ്ങളെ വീടിനെ കുറിച്ചും ആ പെൺകുട്ടി പോയതിനെ കുറിച്ചൊന്നും പറയുന്നത്, പലതും കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അത്രയും നേരം ഭാസ്കരനച്ഛൻ ഗംഗാധരമാമൻ ഇട്ടിട്ട് പണിയായിരുന്നു. ഇത് കേട്ടപ്പം ഗംഗാധരമാമൻ ഭാസ്കരനച്ഛനെ കളിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ അങ്ങ് ചിരിച്ചപ്പം നമ്മളെ ഭാസ്കരനച്ഛൻ ഗംഗാധരമാമനെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്, നീ ഇങ്ങ് വാ ബ്രോ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സുനന്ദയുടെ കാര്യമാണ് എടുത്തിടുന്നത്. കല്യാണത്തിന്റെ തലേ ദിവസം വരെ എൻ്റെ മോനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞ് ഒറ്റ കാലിൽ നിന്നില്ലേ, ആ കഥ ഞാൻ ഈ നാട്ടുകാരോട് വിളിച്ച് പറയണോ, എങ്ങനെയാ പറയേണ്ടത്, സ്റ്റേജ് കെട്ടി പറയണോ, അല്ലാതെ പേഴ്സണലായിട്ട് പറയണോ, അത് നീ പറ എന്നൊക്കെ പറഞ്ഞിട്ട് മാമനെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട്. അന്നേരം മാമൻ പറയുന്നത്, ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്, അത് വെച്ച് കളിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവരുടെ ഭാവി നിങ്ങൾ കളയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നമ്മളെ അച്ഛൻ പറയുന്നത്, അപ്പം എൻ്റെ മക്കൾക്ക് ഭാവിയും ഭൂതമൊന്നും ഇല്ലേ, നിങ്ങൾക്ക് മാത്രമേ അതൊക്കെ ഉള്ളൂ, ഞാൻ പിന്നെ പെൺകുട്ടികളുടെ കാര്യം ഇങ്ങനെയാണ്, അവരുടെ ഭാവി ഞാനായിട്ട് കളയരുതെന്ന് വിചാരിക്കുന്ന ഒരൊറ്റ മനുഷ്യനാണ്, അത് നീയായിട്ട് ഇല്ലാതാക്കരുത്, അത് ഒറ്റ നിമിഷം മതി ഞാനതൊക്കെ മാറ്റിയിട്ട് ഇതൊക്കെ വിളിച്ച് പറയുന്നത്, അപ്പം അത് നീ ഇടവരുത്തരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്നതോടുകൂടി മാമൻ ഒന്ന് പേടിക്കുന്നുണ്ട്. പിന്നെ ചിരിയൊന്നുമില്ല, കളിയാക്കി ചിരിക്കലൊക്കെ നിർത്തി. അന്നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം, ഞങ്ങളും കൂടി അറിയട്ടെ, ഞങ്ങളും കൂടി ഒന്ന് കേൾക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഭാസ്കരൻ മാമനെ പറയാൻ സമ്മതിക്കുന്നില്ല കേട്ടോ ഗംഗാധര മാമൻ. ആൾക്ക് നല്ല പേടിയുണ്ട്, കൊച്ചുമോളുടെ ജീവിതം അപവാദത്തിലാവോ, എന്തെങ്കിലുമൊക്കെ വെള്ളത്തിലാവോ എന്നുള്ള പേടിയൊക്കെ ആൾക്കുണ്ട്. അതുകൊണ്ട് അച്ഛനെ പറയാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്, സൈക്കിളെടുത്ത് പോകുന്നുണ്ട്. നമ്മളെ നികേഷ് ആണെങ്കിൽ രാവിലെ കോളേജിൽ പോകുന്ന ടൈമായിട്ടും എണീറ്റിട്ടൊന്നുമില്ല. ഇത് കാണുമ്പോൾ സുഭാഷ് ഏട്ടൻ വന്ന് എഴുന്നേൽപ്പിക്കുന്നുണ്ട് കേട്ടോ. സുഭാഷ് ഏട്ടൻ അന്നേരം പണിക്ക് പോകുന്ന ടൈം ആയിട്ടുണ്ട്. പക്ഷേ നികേഷിന് നല്ല പനി ഉണ്ടായിരിക്കും, തൊട്ട് നോക്കുമ്പോൾ നല്ല പനിയാണ്. അങ്ങനെ മരുന്ന് കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏട്ടൻ ഇന്ന് പണിക്ക് പോകുന്നില്ല, ഞാൻ അവരെ വിളിച്ച് പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം നികേഷ് വേണ്ട, ഏട്ടന് പോയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സുധീഷ് ആണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടല്ലോ, സുഭാഷ് ഏട്ടൻ പണിക്ക് പോയിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഹരീഷ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്നും നിനക്ക് പണിയാണല്ലോടാ, ഒരു ടെൻഷൻ വന്നപ്പോൾ നിനക്ക് പനിയാണ്, അപ്പോൾ ഇതിപ്പോൾ ഏട്ടത്തി പോയതിൻ്റെതായിരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരൊക്കെ പോയി നമ്മളെ നികേഷിനെ നോക്കാൻ സുധീഷ് അവിടെ നിന്നോളാം, എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും പിന്നെ പണിക്കൊക്കെ പോയി. അങ്ങനെ ആ സമയത്താണ് നമ്മളെ സുധീഷ് ഒരു ഗോൾ അടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നികേഷിനെ കൊണ്ട് നമ്മളെ നിധിയെ വിളിക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊക്കെ ഉണ്ട്. നികേഷ് ഞാൻ വിളിക്കില്ല എന്ന് പറയുന്നുണ്ട്, ഏട്ടൻ തന്നെ വിളിച്ചോളൂ, എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം നിധി പോയതിൻ്റെ ഒരു ദേഷ്യം സുധീഷിൻ്റെ അടുത്ത് എപ്പോഴും കാണിക്കുന്നുണ്ട്. നീ വീഡിയോ കോൾ വിളിക്കടാ, നീ വിളിച്ചാൽ അവൾ എടുക്കാതിരിക്കില്ല, നിനക്ക് എന്തായാലും സങ്കടം അവളെ കാണാഞ്ഞിട്ടല്ലേ, അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ, നീ വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മളെ സുധീഷിനൊന്നും കാണാമല്ലോ, പക്ഷേ നമ്മളെ നികേഷ് വിളിക്കുന്നില്ല. നികേഷ് എന്തോ അത് റിജക്റ്റ് ചെയ്യാട്ടോ ചെയ്യുന്നത്. സുധീഷേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ട് വിളിപ്പിക്കുന്നതെന്നൊക്കെ ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആൾ വിളിക്കാനൊന്നും കൂട്ടാക്കില്ല കേട്ടോ. അവിടുന്ന് എന്തൊക്കെയോ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് നിൽക്കുകയാണ് നമ്മളെ സുധീഷ് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും നിധി ഒന്ന് കാണാമായിരുന്നു, സംസാരിക്കാമായിരുന്നു എന്നൊക്കെയാണ് ആൾ വിചാരിക്കുന്നത്. പക്ഷേ നികേഷ് ഇപ്പോഴും നമ്മളെ സുധീഷിനോട് ദേഷ്യം കാണിക്കുന്നുണ്ട്. സുധീഷ് കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്, വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയത് എന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ തിരിഞ്ഞു കിടക്കട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ നിധി വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സുഭാഷ് ഏട്ടൻ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ കാര്യങ്ങൾ എന്താ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഓക്കെയാണ് ഏട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നമ്മളെ നിധി ഇങ്ങനെ പറയുന്നുണ്ട്. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാം,
ഞാൻ അങ്ങനെ പറയല്ല കേട്ടോ, നിനക്ക് വേണമെങ്കിൽ വന്ന് പോവാം, അവിടെ വന്ന് താമസിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വന്ന് എല്ലാവരെയും കണ്ടു പോവാല്ലേ. എന്തായാലും നിനക്ക് എന്ത് പ്രശ്നത്തിനും എന്നെ വിളിക്കുക, ഒരു വിളിക്കപ്പുറത്ത് ഞാൻ എന്തായാലും ഇവിടെ ഉണ്ട് എന്നൊക്കെ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ നിധിക്ക് ഭയങ്കര സങ്കടവും സന്തോഷമൊക്കെ ആവുകയാണ്. സ്വന്തം ഏട്ടൻ പറയുന്നത് പോലെ കേട്ടോ തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇവരുടെയൊക്കെ ഈ ഒരു സങ്കടത്തിനും അതുപോലെ തന്നെ നിധി പോയതിൻ്റെ വിഷമമൊക്കെ നമ്മളെ നിധിയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിധി തിരിച്ചു വരുമോ, അതോ സുധീഷിനോടുള്ള ദേഷ്യത്തിലും വൈരാഗ്യത്തിനും പുറത്ത് എന്നേക്കുമായിട്ട് ഇനി അങ്ങോട്ട് വരാതിരിക്കുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും. ബൈ.